ഇലക്ട്രിക് വണ്ടി കൊണ്ട് ഇടങ്ങേറായ ഒരു ദിവസത്തെ വ്ളോഗാണ് ഇന്നത്തെ. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ കമ്പനി വണ്ടിയാണ്. ഇലക്ട്രിക് വണ്ടി ഏതാന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ വണ്ടി ഏതൊരു കമ്പനിന്റെ റിസ്റ്റാ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടി ഓഫായി പോകും. അപ്പൊ എല്ലാവരും ചോദിക്കും ഈ വണ്ടിക്ക് കംപ്ലൈന്റ് അല്ലേ, അത് നന്നാക്കാൻ കൊടുത്തു വിടുന്നു. ഒരു പ്രാവശ്യം നന്നാക്കാൻ കൊടുത്താണ്, എന്നിട്ടും ഈ സംഭവം ശരിയായില്ല. ഇതിന്റെ സർവീസ് ആണെങ്കിൽ ഇവിടെ തൊട്ടടുത്തെങ്കിലും ആലുവ യൂസി വരെ പോകണം. ഇവിടുന്ന് 10-30 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് ഓടിയെത്താൻ വേണ്ടി. വണ്ടി അവിടെ വരെ കൊണ്ടേ കൊടുക്കണേലല്ല, ഇവിടെ ചെന്ന് സർവീസ് സെന്ററിൽ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം മിനിമം എങ്കിലും എടുക്കും. ആ പ്രോബ്ലം ഒന്ന് ശരിയാക്കി കൈ കിട്ടാൻ തന്നെ. ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. ചില സമയത്ത് ആലോചിച്ചു ഇതിലും ബെറ്റർ പെട്രോൾ ഒഴിച്ച് ഓടുന്ന വണ്ടി തന്നെയാണ്. പക്ഷെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഓടിച്ചു നടക്കുന്ന ഭയങ്കര ലാഭം തന്നെയാണ്. നമുക്ക് പെട്രോൾ അടിക്കുന്ന അലവൻസ് ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് ലാഭിക്കാൻ പറ്റും. സർവീസിന്റെ ആവശ്യം വരുമ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുക. അങ്ങനെ സർവീസിന് വണ്ടി കൊടുത്ത് യൂസ് ചെയ്യുന്ന KSRTC ബസ്സിലും കയറി അവിടെ നേരെ പറവൂരത്തെ ബസ്സിൽ കയറി നേരെ വന്നത് നമ്മുടെ കോട്ടേസിലേക്കാണ്. കോട്ടേസി വന്നിറങ്ങി എന്നെ തിരിച്ച് റിസോർട്ടിൽ കൊണ്ടുപോകാൻ വന്നേക്കാണ് നമ്മുടെ സ്വന്തം റിസോർട്ടിലെ പാട്ടുകാരനായിട്ടുള്ള അഖിലാണ്. ഇനി ഇവന്റെ കൂടെ പുറകിലിരുന്ന് നമ്മുടെ പഴയ സ്കൂട്ടറിൽ വേണം നമ്മുടെ റിസോർട്ടിലേക്ക് എത്താൻ. അഖിലൊരു പ്രോ റൈഡർ ആയതുകൊണ്ട് തന്നെ വേഗം ഓടിച്ച് നമ്മളെ റിസോർട്ടിലെത്തി. ഇനി റിസോർട്ടിൽ ചെന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ. കാരണം രാവിലെ പോയതാണ് സർവീസിന് വണ്ടി കൊടുക്കാൻ. ഉച്ചയാകുമ്പോഴത്തേക്കാണ് തിരിച്ചെത്താം, അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട്. അപ്പൊ ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുക്കണവര് നോക്കിയും കണ്ടൊക്കെ എടുക്കുക. എടുക്കണ്ടെന്നൊന്നും പറയല്ല, മൊത്തത്തിൽ സർവീസും മെയിൻ്റെനൻസ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇടങ്ങേറാണ്.